മറിച്ച് ഇത് നമുക്കുള്ളതാണ്. നാം ക്ലാസ്സിലൂടെ പഠിക്കുന്നതായ കാര്യങ്ങളെല്ലാം നാം ഖുർആനിലൂടെയും സുന്നത്തിലൂടെയുമാണ് പഠിക്കുന്നത്. ആ ഖുർആനിനെ നാം പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇറക്കിയ അള്ളാഹു നമുക്ക് വേണ്ടി ഇറക്കിയ ഖുർആനിനെ നാം പഠിക്കേണ്ടതുപോലെ പഠിക്കാൻ നമ്മിൽ ശ്രദ്ധ ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ആരിലാണ് ഉണ്ടാവുക? സുബ്ഹാനല്ലാഹ്, ഖുർആനിന്റെ അഹ്ലുകാരൻ നാമാണ്. അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്തുഹു ആക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേക അഹ്ല്, അള്ളാഹുവിന്റെ പ്രത്യേക അടുത്ത അടിമകൾ അവരായി മാറണം. അപ്പോൾ അതെപ്പോഴാണ്? ഖുർആനിന്റെ ആൾക്കാരായി മാറുമ്പോഴാണ്. അഥവാ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതുന്ന, പഠിക്കേണ്ടതുപോലെ പഠിക്കുന്ന, ഖുർആനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് പഠിച്ച് അമൽ ചെയ്യുന്ന, ഖുർആനിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിച്ച് അതിലൂടെ ഈമാനിന് പുഷ്ടി ഉണ്ടാക്കുന്ന അവരാണ് അഹ്ലുൽ ഖുർആൻ. അങ്ങനെയുള്ളവരാവണം. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിൽ അദീമിനെ ഇറക്കാൻ ആരംഭിച്ചപ്പോൾ ആദ്യം പറഞ്ഞ പദമാണ് എന്ത്? ഇപ്പോൾ നാം ഇവിടെ നടപ്പാക്കാൻ പോകുന്നതായ, ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതായ ആ ബാധ്യത. അതെന്താണ്? ഇഖ്റ, പഠിക്കണം. ഇഖ്റ, ഓതണം. ഇഖ്റ, വായിക്കണം. 2 തവണയാണ്, ഒരേ ട്രിപ്പിൽ തന്നെ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ റബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം ഇഖ്റ റബ്ബുക്കൽ അക്രം. 2 തവണയാണ് ആ ആദ്യത്തെ ട്രിപ്പിൽ ഇറങ്ങിയതായ ആ വഹയിലൂടെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഇറക്കിയത്. അവിടെ ഞാനിവിടെ സാധാരണ ആയത്ത് ഓതാറുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തൗഹീദിന്റെ പ്രാധാന്യം പറയുമ്പോഴാണ്. കാരണം അള്ളാഹ് ഓതാൻ പറഞ്ഞത് എന്താണ് എന്നതാണ് ഇവിടെ മുഖ്യം. എന്താണ് ഓതാൻ പറഞ്ഞത്? അത് നമ്മുടെ വിഷയമല്ല ഇപ്പോൾ. എങ്കിലും പഠിച്ചിരിക്കണം. എന്താണ് അള്ളാഹ് ഓതാൻ പറഞ്ഞത്? എന്താണ്? ആദ്യമായിട്ട് റബ്ബിനെയാണ്. റബ്ബിനെ കുറിച്ച് പഠിക്കാൻ, റബ്ബിനെ കുറിച്ച് വായിക്കാൻ, റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ, റബ്ബിന്റെ കഴിവുകൾ മനസ്സിലാക്കാൻ, റബ്ബിലേക്ക് സമർപ്പിക്കേണ്ടതായ ആ ആരാധനകൾ മുഴുവൻ അവരിലല്ലാതെ പാടില്ല എന്ന തത്വം സ്ഥാപിക്കാൻ വേണ്ടി തൗഹീദിലേക്കാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഇഖ്റയിലൂടെയും ക്ഷണിച്ചത് എന്ന വാർത്ത നാം ഇവിടെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഇഖ്റ കൊണ്ട് തുടങ്ങിയ 67 തവണയാണ് പെട്ടെന്നുള്ള നോട്ടത്തിൽ ഖുർആനിൽ തിലാവത്ത്, ഖിറാഅത്ത് പോലത്തതായ പദങ്ങൾ വിട്ട് കിടക്കുന്നതായിട്ട് കണ്ടത്. സുബ്ഹാനല്ലാഹ്, അത്ര തവണ റബ്ബ് ഉപയോഗിച്ചതായ പദങ്ങളാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ നാം ഇപ്പോൾ ശ്രദ്ധ ചെലുത്തിയും കൊണ്ട് പഠിക്കണമെന്ന നിർബന്ധം പുലർത്തുന്നതായ ആ ഗ്രന്ഥം. നമുക്കറിയ ഗ്രന്ഥം ഖേദകരമെന്ന് പറയട്ടെ, പലരും 30-40 വയസ്സ് കഴിഞ്ഞിട്ടും പഠിച്ചിട്ടില്ല, ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ സന്തോഷകരം, സൗദി അറേബ്യ പോലത്തതായ നാടുകളിലേക്ക് വിസ ലഭിക്കുമ്പോൾ പണ്ഡിതന്മാരുമായി സമീപിക്കുവാനും പഠിക്കുവാനുമുള്ള ചാൻസ് നാട്ടിൽ ലഭിക്കാത്ത രൂപത്തിൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. നാട്ടിൽ തിരക്കുകളും തുക്കുകളും കാൽക്കുലേറ്റർ അടിക്കലുകളും അപ്രകാരം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കലും ഒക്കെയാണ് അവിടെയുള്ള മുടക്കങ്ങൾ. ഇവിടെ അങ്ങനെയുള്ള മുടക്കങ്ങൾ ദൂരപ്പെട്ടു നിൽക്കാൻ പരിശ്രമിക്കുന്നവർക്ക് നല്ലൊരു ചാൻസ് ആണ് ലഭിച്ചിട്ടുള്ളത്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്നതാണ് പറഞ്ഞു വന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയാമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ആ വിശുദ്ധ ഖുർആൻ അദീം ഓതാൻ വേണ്ടി റബ്ബ് ആദ്യം കൽപ്പിക്കപ്പെട്ടതായ കൽപ്പനയെ റസൂൽ മക്കയിൽ അത് ശരിക്ക് പ്രായോഗികമാക്കി അവരുടെ നമസ്കാരത്തിൽ രാത്രി ഹയാത്താക്കും, പകലിൽ ജനങ്ങൾക്ക് ഓതി കൊടുക്കും. നമസ്കാരത്തിൽ ഹയാത്താക്കുന്നതായ സന്ദർഭത്തിൽ കേൾക്കാൻ വേണ്ടി വന്ന കഥകളൊക്കെ അബൂജഹലും അബൂ സുഫിയാനും കാഫിറായ വേളയിൽ അഖ്നസ് ഇബ്നു ശുറൈഖും കട്ട് കേൾക്കാൻ വേണ്ടി രാത്രികളിൽ വന്നിട്ട് റസൂലുള്ളാഹിന്റെ ബേക്കിൽ കൂടിയ വാർത്തകളൊക്കെ ഞാൻ ഇവിടെ പറയാറുണ്ട്. അത് ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി അലൈഹിയും ഇബ്നു ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയും അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായിട്ട് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അറബികൾക്ക് കട്ട് കേൾക്കണമെന്ന് ബോധ്യമുള്ളതായ ഖുർആനിനെ ചാൻസ് കിട്ടിയിട്ട് പോലും ഓതാൻ കൂട്ടാക്കാതിരിക്കുവാനുള്ളതെന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ലല്ലോ. അതുകൊണ്ട് ഒരു പക്ഷേ മടിയാണ്. മൗലവിയുടെ മുമ്പിൽ വെച്ചിട്ട് എങ്ങനെ ഓതാ, മൂപ്പര് ഞാൻ ഇതുവരെ ഫാത്തിഹ പോലെ ഓതാൻ പറ്റിയിട്ടില്ല, അറിയാത്ത വ്യക്തിയാണെന്ന് മനസ്സിലാക്കൂലേ? അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഓതുക? ഞാൻ ഈ ടിപ് ടോപ്പിൽ കാണുമ്പോൾ വലിയ വ്യക്തിത്വമാണ്, പണ്ഡിതനാണ് എന്നൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിച്ച് കാണും. ഇപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് അൽഹംദുലില്ലാഹ് ഓതേണ്ടി വരുമല്ലോ എന്ന പ്രയാസമൊക്കെ അവർക്ക് തോന്നും. അതുകൊണ്ടാണ് ചിലർ എന്ത് ചെയ്യാത്തത്, രംഗത്തിറങ്ങാത്തത്. പക്ഷേ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ആയിഷ പറയുന്നു, എനിക്ക് എന്തോരു സ്നേഹം ആരോട്? മദീന സ്ത്രീകളോട്. എന്താ കാരണം?
അല്ലെങ്കിൽ നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ ലം യംനഉഹുന്നൽ അഹയാ അൻ യതഫഖഹന ഫിദ്ദീൻ. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നല്ലൊരു സ്ത്രീകൾ, മദീന സ്ത്രീകൾ എന്താണ്, അവർക്ക് ഹയാ എന്നതില്ല. സത്യത്തിന്റെ മുമ്പിൽ, സത്യം പഠിക്കണം എന്നതിന് മുമ്പിൽ അവർക്ക് എന്തില്ല, പൊളിയില്ല. റസൂൽ അഹ്റത്ത് വന്നിട്ട് ചോദിക്കും, ഈ രൂപത്തിലുള്ള ചോര ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഞാൻ കണ്ടു, എന്ത് വേണം, കുളി വേണമോ, ഇല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ ആയിഷക്ക് പ്രയാസം ഉണ്ടായിട്ട് ആയിഷ ചില സ്ഥലത്തുകൾ പിടിച്ച് വലിച്ചു എന്നാണ് ഞാൻ പറഞ്ഞുതരാം. അത് റസൂൽ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. എന്നാലും അവർക്ക് റസൂലിൽ നിന്നിട്ട് തന്നെ കേൾക്കണം, ഇത് വിധിയാണ്, ഇത് നിയമമാണ്, ഇത് സ്വർഗം ലഭിക്കാനുള്ള റൂട്ടാണ്, അതുകൊണ്ട് പഠിക്കണമെന്ന് നിർബന്ധമാണ്. അതൊന്ന്. അപ്പോൾ നാം എന്ത് പഠിച്ചു? ഇവിടെ ഹയാ പാടുള്ളതല്ല. ഏത്? മതം പഠിക്കുന്ന കാര്യത്തിൽ. മതം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്താണ്? എല്ലാവർക്കും അറിയാം, ഫാത്തിഹയാണ്. തൗഹീദ് കഴിഞ്ഞാൽ ആദ്യം പഠിക്കേണ്ടത് ഫാത്തിഹയാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രവേശിക്കുന്ന വേളയിൽ നാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ശേഷം പിന്നെ എന്താണ് പഠിപ്പിക്കുക? ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഫാത്തിഹ അല്ലേ? ഫാത്തിഹ. എത്രത്തോളം ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിൽ അബൂ ഹനീഫ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ട് പരിചയമുള്ള കാര്യമാണ്. എന്ത്? ഒരു മുസ്ലിം പുതുമുസ്ലിമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാതൃഭാഷയിൽ ഖുർആൻ ഓതാം. ഏതുവരെ? ഫാത്തിഹ അദ്ദേഹം പഠിക്കുന്നത് വരെ. എന്നാൽ നിസ്കാരം സ്റ്റോപ്പാക്കാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ആ നിമിഷം മുതൽ നിസ്കരിക്കൽ നിർബന്ധമായി മാറി. പഠിക്കുന്നത് വരെ നീട്ടിവെക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇത് ഒരു മുസ്ലിം പുതുമുസ്ലിം ആകുള്ള കാര്യം പറഞ്ഞത്. സംഭവിക്കുന്നത് എന്താണ്? 60 വയസ്സായി, 40 വയസ്സായി, അങ്ങോട്ട് 30 വയസ്സായി, ഇതുവരെ ഫാത്തിഹ ശരിക്ക് ക്ലിയർ ആയിട്ട് ഓതാൻ പഠിച്ചിട്ടില്ല. പറ്റുമോ? അള്ളാന്റെ മുമ്പിൽ എങ്ങനെ ചെല്ലും? അള്ളാഹ് ചോദിച്ചതിന് എന്ത് മറുപടി പറയും? ബാധ്യതയല്ലേ? നിർബന്ധ ബാധ്യതയല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയിൽ ഉണ്ടാവണം. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസരത്തിൽ സഹാബാക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ആ ഖുർആനിനെ അങ്ങനെ തന്നെ ബൈഹാർട്ടാക്കാനുള്ളതായ ആ രംഗപ്രവേശനം സുബ്ഹാനല്ലാഹ്, എത്രത്തോളം എഴുത്ത് തന്നെ വേണ്ടായിരുന്നു അവർക്ക്, എഴുതൽ തന്നെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? അത്രയും ക്ലിയറായ ഹൃദയം, ക്ലിയറായ സമീപനം, നബിയോട് അടുത്ത് ജീവിക്കുന്നവർ, തെറ്റിപ്പോകാതെ അങ്ങനെ തന്നെ സംരക്ഷിക്കാൻ ശരിക്കും അമാനത്തോടു കൂടി സൂക്ഷിച്ചു വെക്കുന്നവർ. അതുകൊണ്ട് അള്ളാഹ് സെലക്ട് ചെയ്തവരായതുകൊണ്ട് തന്നെ അവരെ റിക്കാർഡാക്കാറുണ്ടായിരുന്നില്ല ആദ്യ കാലഘട്ടത്തിൽ. എന്നാലും അങ്ങനെയാണെങ്കിലും അല്പകാലഘട്ടം കഴിഞ്ഞപ്പോൾ ലോകം കണ്ടത് അത്ഭുതമാണ്. ഈ ഖുർആനിനെ കുറിച്ച് അതിന്റെ മൗത്താവട്ടെ, ഖിറാഅത്താവട്ടെ, തജ്വീദാവട്ടെ, വഖഫാവട്ടെ, അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങളാവട്ടെ, എല്ലാം ക്രോഡീകരിക്കേണ്ട കാലഘട്ടം വന്നപ്പോൾ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടു. സൂറത്തിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, എണ്ണമാണെങ്കിൽ അങ്ങനെ, ആയത്തുകൾ എണ്ണമാണെങ്കിൽ അങ്ങനെ, മക്കിയായ ആയത്തുകൾ എത്രയാണെന്ന് അങ്ങനെ, മദീനീയത്തായ ആയത്തുകൾ എത്രയാണെന്ന് അങ്ങനെ, എന്തെല്ലാം ആ ഖുർആനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ടോ അത് മുഴുവനും 1-ാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ റിക്കാർഡാക്കപ്പെട്ടു കഴിഞ്ഞു. എന്തുകൊണ്ട്? അത്രയും ക്ലിയർ ആയിട്ടാണ്, സൂക്ഷ്മതയോട് കൂടി അവർ വീക്ഷിച്ചത്. അതുകൊണ്ട് ആർക്കും ഒരു വള്ളിക്കോ പുള്ളിക്കോ ഇതിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന സാംശയം വേണ്ട. കാരണം ഇതിനെ സംരക്ഷിക്കുന്നവൻ നാം തന്നെയാണ് എന്ന് അല്ലാഹു ഏറ്റെടുത്തതുകൊണ്ട് അതിൽ സംശയിക്കാൻ പാടുള്ളതല്ല. പക്ഷേ പാടുള്ളതല്ല എന്ന് മാത്രമല്ല, നമുക്ക് ഓതുന്ന വേളയിൽ അത്ഭുതം തോന്നുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ ഫസ്റ്റ് കോപ്പി, ആ കോപ്പിയുടെ അതേ ലിപി, അതേ റസ്മ് നമ്മുടെ മുമ്പിൽ ഇന്നുമുണ്ട്. ഒറിജിനൽ, ഒരു ചേഞ്ചില്ലാതെ അങ്ങനെ തന്നെ നമ്മുടെ മുമ്പിൽ ഇന്നുമുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഒറിജിനലിസ്റ്റുകാർ പോകുന്നത് പറഞ്ഞ് അഴിച്ചു വിടുന്നത് പോലെ അവിടെ കൃത്രിമം വന്നു, അവിടെ ഇന്ന് ആയത്ത് കട്ടായി, ഇന്ന് ആയത്ത് മറന്നുപോയി. ശരിയല്ല. നിങ്ങൾക്ക് നാം ഓതിയിട്ടും നിങ്ങളത് മറക്കുകയുമില്ല. നിങ്ങളത് മറക്കൂല. കാരണം تعجل في القرآن من قبل أن يلقى إليك وحي وقل رب زدني علما. ധൃതി കൂട്ടേണ്ടതില്ല. നിങ്ങൾ എൽമ വർദ്ധിപ്പിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. പഠിപ്പിക്കേണ്ട, അത് സ്ഥിരമായി നിലനിർത്തേണ്ട, അത് എന്നിട്ട് ജനങ്ങൾക്ക് അതിന്റെ വിശദീകരണം നൽകേണ്ട, നിങ്ങളിലൂടെ നൽകേണ്ട, ഇതെല്ലാം എന്റെ ബാധ്യതയാണ്. സുബ്ഹാനല്ലാഹ്. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വഖുർആന فإذا قرأناه فاتبع قرآنا ثم إن علينا بيانا. നിങ്ങൾ ധൃതി കൂട്ടരുത്. ജിബ്രീൽ ഓതുമ്പോൾ കൂടെ തന്നെ ഓതാ. അല്ലാഹു പറയാം അങ്ങനെ കാട്ടണ്ട.
അങ്ങനെ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. ശരിക്കും കേൾക്കാം, എന്നിട്ടോ ഉൾക്കൊണ്ട ശേഷം നിങ്ങൾ ഓതാ. പിന്നെയോ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന പ്രയാസങ്ങൾക്ക് വേണ്ടതില്ല. അല്പാൽപമായി 23 വർഷത്തിലൂടെ ആവശ്യാർത്ഥം നിങ്ങൾ ഇറക്കിത്തന്നതായ ഖുർആനാണ്. എന്തിനാണ്? ജനങ്ങൾക്ക് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വരുമ്പോഴെല്ലാം അതിസാന്ദർഭികമായി യുക്തിയുക്തം ഓതിക്കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. മുഅ്മിനീങ്ങളെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിന്റെ കിതാബിനെ ഓതുന്നവര്, നമസ്കാരത്തെ നിലനിർത്തുന്നവര്, മുസ്ലിംകളുടെ പ്രത്യേകതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതുകയാണ്. ഓതുക എന്നതും ഓതുന്നതായ അങ്ങനല്ലേ, അവര് ഒരു ദൂതരെ നിർണയിക്കണം പ്രാർത്ഥന. പണ്ട് തന്നെ ഇബ്രാഹിമിലൂടെ എന്താണ് ഈ നിന്റെ ആയാത്തുകളെ ഓതിക്കൊടുക്കുന്ന ആളായി മാറണം. അപ്പോൾ ഇതൊക്കെ കൽപ്പിക്കപ്പെടുന്നത് ഓതാനാണ്. അപ്പോൾ ഓതുക എന്നുള്ളത് പഴഞ്ചനാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയല്ല. ഖുർആൻ ഓതണം, ഓതിക്കൊണ്ടേയിരിക്കണം. നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ് ഓതാൻ. അത് പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് നിർബന്ധമായി ഓതേണ്ടത് പഠിക്കൽ നിർബന്ധമാണ്. സുന്നത്തായി ഓതേണ്ടത് പഠിക്കൽ സുന്നത്തുമാണ്. നിർബന്ധമായി ഓതേണ്ടത് എന്താണ്? സൂറത്തുൽ ഫാത്തിഹ അല്ലേ? സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കേണ്ടതായ ഭാഗങ്ങളൊക്കെ ഒരു മനുഷ്യന് നമസ്കരിക്കുമ്പോൾ അതിന്റെ റസൂല് പഠിപ്പിച്ച ശൈലിയിൽ സുന്നത്ത് നടപ്പാക്കിയും കൊണ്ട് അല്പ ചെറിയ സൂറത്തുകളോ വലിയ സൂറത്തുകളോ ആയിരുന്നാൽ വിരോധമില്ല. റസൂല് പഠിപ്പിച്ച ശൈലിയിൽ നമസ്കാരത്തിന്റെ ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഓതണമെന്ന് കൽപ്പിക്കപ്പെട്ടു. അതൊന്നും കൂട്ടാക്കാതെ, അതൊന്നും ശ്രദ്ധിക്കാതെ 100 പോക്ക് ബോംബെയിലേക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിലേക്ക്, അല്ലെങ്കിൽ എവിടെയാണ് വിസ ഉള്ളത് അവിടേക്ക്, അല്ലെങ്കിൽ 100 ഫോണ്, ഇതിനൊക്കെ തയ്യാറുള്ള വ്യക്തികൾക്ക് എന്തടോ നിനക്ക് ഇന്ന അതിനകൾക്ക് അവസരം കുറച്ച് പൊക്കമുള്ള, കുറച്ച് വലിപ്പമുള്ള സുഹൃത്ത് മനപ്പാടമാക്കിക്കൂടാ? ചില ആൾക്കാരൊക്കെ രണ്ടാമത്തെ ഇമാമത്തിലേക്ക് ചേരേണ്ട ഗതികേടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഗതികേടാണ് യഥാർത്ഥത്തിൽ. എത്തിക്കഴിഞ്ഞാൽ കേൾക്കാം. ഒരവസരത്തിൽ ഇങ്ങനെ ഞാൻ അടുത്ത് കേട്ടു, ഒരാള് നിസ്കാരം ആരംഭിച്ചു, വീട്ടിൽ ചോദേണ്ട നമസ്കാരമാണ്, ഫജ്ർ നിസ്കാരം ഇമാം നിസ്കരിച്ചു കഴിഞ്ഞു. അപ്പൊ വേറെ ജമാഅത്ത് ആരംഭിച്ചു. അപ്പോൾ ഓതാൻ അറിയുന്നവരും കൂടെ ഇല്ലാത്തതുകൊണ്ട് കൂട്ടത്തിലാണ് നിർത്തി. അദ്ദേഹം ആദ്യത്തെ റക്അത്തിൽ തന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഫജ്റിലെ ഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നിസ്കരിച്ച നിസ്കാരം നമ്മുടെ ഓർമ്മയിൽ എങ്ങനെയാണുള്ളത്? ഓർമ്മയിൽ വരുന്നുണ്ടോ? ഒത്തൂർ അല്ലെ? ഏത് നിസ്കാരമാണ് ഓതിയത്? വൽമുർസലാത്ത് അല്ലെ? വൽമുർസലാത്ത് ഒത്തൂർ മക്കയിൽ വൽമുർസലാത്ത് ഉർഫൻ എത്രയുണ്ട്? അതല്ലേ മുഖദ്ദിമീനോട് അല്ലെ? 10 തവണ നബി ജഹറായി നമസ്കരിച്ച നമസ്കാരത്തിൽ അവസാനമായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഗ്‌രിബിൽ ഓതിയതാണ്. കേട്ടില്ലേ? നമ്മുടെ നാട്ടിലേക്ക് വൽമുർസലാത്ത് മഗ്‌രിബിൽ ഓതിയാൽ ബാക്കിൽ നിന്നിട്ട് കൈ ഒഴിവാക്കി പോകും ജനങ്ങൾ. ഇതിന് പറ്റൂല. ഇപ്പോൾ കട തുറക്കാൻ ഇപ്പൊ ആരാ പോവാ? പിന്നെ അതിനെ റസൂല് കരുതിക്കൂട്ടി ഓതിയത് പോലെ എന്തുകൊണ്ട് 10 തവണയാണ് നമ്മൾ പറയുന്നത്? ആ സൂറത്തിൽ അന്നത്തെ ദിവസത്തിൽ അതാ മഹാമാശവ ലോകത്തിൽ ഏറ്റവും വലിയ നാശമെന്ന നാശം മുഴുവനും കളവാക്കിയവർക്കാണ്. ആരാണ് കളവാക്കിയവര്? അവസാനം പറയുന്നു റബ്ബിന്റെ മുമ്പിൽ റുക്കൂഅ് ചെയ്യണമെന്ന് അവരോട് കൽപ്പിക്കപ്പെട്ടാൽ അവർ റുക്കൂഅ് ചെയ്യുന്നവരല്ല, നമസ്കരിക്കുന്നവരല്ല. അങ്ങനെയുള്ള വിഭാഗത്തിനാണ് നാശമൊക്കെ എന്ന സൂറത്താണ് കൂട്ടരെ, എന്ന തത്വം ഉൾക്കൊള്ളുന്ന ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്താണ് കൂട്ടരെ റസൂല് അവസാനം ജഹറായ നമസ്കാരത്തിൽ വരെ ഓതിയത്. നമുക്ക് സ്വയം നിസ്കാരത്തിന് വരെ ഇന്ന അത്തൈനാക്ക് ഓതേണ്ട ഗതികേടും, അല്ലെങ്കിൽ ഇന്ന അത്തൈനാക്കോ അല്ലെങ്കിൽ കുലനാസിയോ അവിടുന്ന് വിടണം. ഞാൻ പറയാൻ വേണ്ടി രസമാണെങ്കിലും യാഥാർത്ഥ്യം. എവിടെയെങ്കിലും 2ാം ജമാഅത്തിൽ നിൽക്കേണ്ട ഗതികേട് വന്നാൽ ബംഗാളിയെ കിട്ടും, എന്നാലും മലയാളി കിട്ടൂല. ഇപ്പോഴത് കുറഞ്ഞു വന്നു നിങ്ങൾ പറയും, ഒരു പക്ഷേ ആയിട്ടില്ല, പോരാ. മലയാളം കെട്ടി കയറി നിൽക്കൂല. ബാക്കിലുള്ളവരൊക്കെ മലയാളികളാണെങ്കിലും കയറി നിൽക്കൂല. വലിയ പ്രയാസമാണ് ഇമാമത്ത് നിൽക്കുന്ന കാര്യത്തിൽ. കാരണം നിങ്ങൾക്ക് അറിയാമോ? കാരണം തജ്വീദ് ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഖുർആൻ മനപ്പാഠം വിടുന്ന ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഖുർആൻ തെറ്റ് തീർത്ത് ഓതാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള മടി കൊണ്ടാണത്. ആ മടിയില്ലാതെ പങ്കെടുത്തവർക്കോ എവിടെയെങ്കിലും ചാൻസ് കിട്ടാതെ കേട്ടില്ലാന്ന് തോന്നലായിരിക്കും ഇമാമത്ത് നിൽക്കാൻ.
മനസ്സിലായില്ലേ? പറഞ്ഞു വരുന്നത് നമുക്കറിഞ്ഞ ഖുർആൻ, നാം ഓതേണ്ട ഖുർആൻ, നാം പഠിക്കേണ്ട ഖുർആൻ, നാം പഠിപ്പിക്കേണ്ട ഖുർആൻ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നേതാക്കൾ നമുക്ക് അതിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്ന ശൈലിയൊക്കെ ഈ മദീനത്ത് നിന്ന് കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാവില്ല കൂട്ടരെ? അത് കേൾക്കണം, ഇത് പഠിക്കണം, അതുകൊണ്ട് അമൽ ചെയ്യണം. മുഹമ്മദ് പറയും റസൂലുള്ളാഹി ഫാത്തിഹ ഓതുന്നത് കേട്ട രംഗം നമ്മുടെ ഉമ്മ ഇന്നത്തെ രാത്രി ഞാൻ വിശദീകരിച്ച നമ്മുടെ മഹദി, നമ്മുടെ ഉമ്മ എന്ത് പറയുന്നു? റസൂലുള്ളാഹി ഫാത്തിഹ ഓതുന്നത് കേട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്റ്റോപ്പ്, അർറഹ്മാനിർ റഹീം സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക ഈ ഹൈവേയിൽ കൂടി പോകുന്ന വണ്ടി പോകുന്ന രൂപത്തിലല്ല. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. വഖഫ് ചെയ്തിട്ട് അവിടെ വഖഫ് ചെയ്യുക എന്ന ആ തജ്വീദിന്റെ നിയമം ഉമ്മു സലമ നേരിട്ട് റസൂലിന്റെ കേട്ട വാർത്ത എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലായിരിക്കാം, സഹിയായിട്ട് വന്നതാണെന്ന് അർത്ഥം. പുത്തനൊന്നുമല്ല നമ്മുടെ സബ്ജക്ട്, ആരെങ്കിലും ഒരു പ്രഭാതത്തിൽ ഉണ്ടാക്കിയ ഒരു എൽമൊന്നുമല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ സഹാബാക്കൾ അങ്ങനെയും ഈ ആയത്ത് എന്നിലിറങ്ങി എന്നൊരാൾ പറയും, മറ്റാൾ പറയും ആ ആയത്ത് എന്നിലിറങ്ങി, മറ്റാൾ പറയും ഈ ആയത്തിന്റെ കുടുംബത്തിലിറങ്ങി, മറ്റാൾ പറയും ആ ആയത്തിന്റെ നാട്ടിലിറങ്ങി. അവർക്കറിയാം ആയത്ത് എന്തിനിറങ്ങി എന്നുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിലും പുതിയ എൽമൊന്നുമല്ല. അവരിങ്ങനെ അങ്ങും ഇങ്ങും മനസ്സിലാക്കി മനഃപ്പാഠമാക്കി വന്നതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ വഖത്തുന്നസ് ഉണ്ടായിരുന്നു. റസ്മുൽ ഖുർആൻ ക്ലിയർ ആയിട്ട് അവർക്ക് അറിയാമായിരുന്നു. ഇല്ലെങ്കിൽ എങ്ങനെയോ മഹാനായ അബൂബക്കർ പറയാ സയ്യിദ് ഇബ്നു സാബിത്തിനോട് എഴുതടാ ഖുർആൻ, എഴുതും നിങ്ങൾ ഖുർആൻ എന്ന് കൽപ്പിക്കുക എങ്ങനെയാണ്? അതറിയാം അവർക്ക് അർത്ഥം, അറിയില്ലെങ്കിൽ പറയില്ലല്ലോ. നാം മനസ്സിലാക്കണം നമ്മുടെ മതത്തെ കുറിച്ച്. എങ്കിലും പ്രഭാതത്തിൽ ഒറ്റടിക്കങ്ങട്ട് യുദ്ധങ്ങൾ ഉണ്ടായതും ഒറ്റടിക്കങ്ങട്ട് ഇങ്ങനെ മദീനയിൽ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായതൊന്നുമല്ല, മഹാപ്രയത്നത്തിന്റെ പിന്നിൽ സംഭവിച്ചാണ്. റസൂലും സഹാബത്തും ഹിജ്റ നാട്ടിൽ മക്കയിൽ നിന്നിട്ട് ഇവിടെ വന്നു. 2 വർഷം കഴിയുമ്പോൾ യുദ്ധം ചെയ്യാനുള്ള ഓർഡർ വന്ന വാർത്തകൾക്ക് അറിയാം. അതുപോലെ തന്നെയാണ് ഖുർആന്റെ സ്ഥിതിയും. നിങ്ങൾക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്, ഇന്നു മുതൽക്ക് നിങ്ങൾ പോരാടിക്കൊള്ളി. ഈ പോരാടിക്കൊള്ളി എന്ന് ഈ ഓർഡർ കിട്ടുമ്പോൾ കുതിരയിൽ കയറി പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എങ്ങോട്ടാ ഇത് ചെയ്യുക? അപ്പോൾ അതിന്റെ അർത്ഥം അതിന് തയ്യാറായി നിൽക്കുകയാണ് അവർ. നമുക്ക് കുതിരയിൽ കയറാൻ പറ്റുമോ? കുതിരയിൽ കയറാൻ പറ്റുമോ? കയറി നോക്കി, കയറി മേലെ വീണു താഴെ. കുതിരയിൽ കയറാൻ പറഞ്ഞാൽ ഒരു പ്രത്യേക ഇൽമാണത്. പോരാടാന്ന് പറഞ്ഞാലോ ഈ റൈഫിൾ കൈപിടിച്ചിട്ട് അല്ലെങ്കിൽ വേറെ വല്ല ബോംബ് കൈപിടിച്ചിട്ട് മിസൈൽ ഏതെങ്കിലും എഴുതിയ വേണോ? അത് അല്ല, നേർക്ക് നേരെ പോരാട്ടാണ്. വാള് തട്ടാതിരിക്കണം, പരിചയം കൊണ്ട് എതിർക്കണം. അവിടെ അതിന് ഒരുക്കി നടത്താം. അങ്ങനെയുള്ള ഒരുക്കം ഖുർആനിന് വേണ്ടിയും ഖുർആൻ പഠിക്കാൻ വേണ്ടിയും ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയും ഖുർആൻ ഓതിക്കൊടുക്കാൻ വേണ്ടിയും ഖുർആനിലൂടെ ജനങ്ങളെ ചേഞ്ചാക്കാൻ വേണ്ടിയും അവരിലുണ്ടായി. പക്ഷെ നമ്മളിൽ ഉണ്ടാകുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കുക, ഓതുക എന്നതും അത് നിയമമനുസരിച്ചിട്ടാവണമെന്നതും യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഖുർആനിനെ നീ തർത്തീലായി ഓതണമെന്ന് ഖുർആനിൽ കൽപ്പനയുണ്ട്. പിന്നെന്താണ്? ഈ വിശുദ്ധ ഖുർആൻ അദീം നാം ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടി ഖുർആൻ ഓതുമ്പോൾ ഈ തജ്വീദ് അനുസരിച്ചിട്ട് ഓതിയാൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് എന്ത് വേണം? പഠിക്കണം, ചിന്തിക്കണം. അത് 2ാമത്തെ ഭാഗമാണ്. പക്ഷെ അത് മെയിൻ ഭാഗമാണ്. 2ാമത്തെ ഭാഗമാണ് എന്ത്? അതിനെ കുറിച്ച് ചിന്തിക്കണം, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിൽ അമൽ ചെയ്യണം എന്നത്. പക്ഷേ അത് നമ്പറിൽ 1ാമത്തെ ഭാഗമാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഖുർആൻ അർത്ഥം ഉൾക്കൊള്ളാതെ വെറും വായിച്ചിട്ട് അതിലൂടെ കൂലി സമ്പാദിക്കുക എന്നത് എന്താണ്? യഥാർത്ഥത്തിൽ 2ാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം എന്താണ്? ഖുർആൻ ഇറങ്ങിയ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുക. അതെന്താണ്? ഖുർആൻ എന്തിനു വേണ്ടി ഇറങ്ങി? അതുകൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബിന്റെ വാക്കായിരിക്കാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എത്ര പേര് ഖുർആൻ ഓതുന്നു, ഖുർആൻ അവനെ ശപിക്കുന്നു എന്ന ഭാഗം. ഖുർആൻ ഓതുന്നു, ഖുർആൻ അവനെ ശപിക്കുന്നു എന്ന ഭാഗം. ഈ ഭാഗം ഒരവസരത്തിൽ നമ്മെ മദീനത്തുള്ളതായ റസൂലുള്ളാഹിന്റെ വീട്ടിലൂടെ ഇബ്നു അബ്ബാസ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി വഫാത്താകുന്ന വേളയിൽ അല്പമാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പ്രായം തികഞ്ഞത്. അദ്ദേഹത്തിന് റസൂൽ വഫാത്താകുന്നതിന് മുമ്പ് ഹജ്ജത്തുൽ വദാഇൽ 3 മാസം മുമ്പ് അല്ലെ 2.5 മാസം മുമ്പ് അന്നാണ് മൂപ്പർക്ക് മുഴുവാകുന്നത്. അതുവരെ കുട്ടിപ്രായമാണ്. നോക്കൂ, പക്ഷേ ഇന്ന് ലോകം അദ്ദേഹത്തിന്റെ ഇൽമു കൊണ്ട് ആസ്വദിക്കുന്ന ലോക മുസ്ലിങ്ങൾ റസൂലിൽ നേരിട്ട് കേട്ടതായ അങ്ങനെ വളർത്തിയത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് കുട്ടിപ്രായത്തിൽ നിർബന്ധം എന്ത്, റസൂലുള്ളാഹിന്റെ വീട്ടിലൊന്ന് കിടന്നുറങ്ങണം. നോക്കൂ, ചെറുപ്പത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയിട്ടൊന്ന് കിടന്നുറങ്ങണമെന്ന് നിർബന്ധം. അത് എല്ലായ്പ്പോഴും പറ്റൂലല്ലോ. റസൂലുള്ളാഹിന്റെ ഭാര്യ മൂപ്പരുമായിട്ട് ബന്ധമുള്ള പെണ്ണായ ആ ഭാര്യയുടെ ഓഹരിയിലായിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ബിത്തു രാപാർത്തു എന്റെ ഖാലത്തി മൈമൂന, എന്റെ എളാമ മൈമൂനന്റെ അടുക്കൽ. മൈമൂന ആരാണ്? നമ്മുടെ ഉമ്മ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ. ഈ മൈമൂനന്റെ വീട്ടിൽ വെച്ചിട്ട്, വീട്ടിൽ റസൂലുള്ളാഹിന്റെ ഓഹരിയായ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അവിടെ രാപ്പാർക്കാൻ തീരുമാനിച്ചു. കുട്ടി എന്നിട്ടോ സംഭവം മുസ്ലിമിലാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വിശദീകരണങ്ങൾ പല റിപ്പോർട്ടുകളിലൂടെ ഇബ്നു കസീർ അങ്ങും ഇങ്ങുമായിട്ട് ഒരുമിച്ച് കൂട്ടി അയാളുടെ 5 വാള്യത്തോളം ഉള്ളതായ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ മറ്റു മുഫസ്സിറുകളും. ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ അവരുടെ വീട്ടില് താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ വീടൊക്കെ 3 ആൾ താമസിക്കാൻ സ്ഥലമുണ്ടോ? 5 മുഴം അകലവും 6 മുഴം അല്ലെങ്കിൽ 6 മുഴം നീളവും 5 മുഴം അകലവുമാണ്. ഒരു കട്ടിൽ വെക്കാനുള്ള സ്ഥലം മാത്രം. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ വിസാദയിൽ അവർ 2 പേരും എന്റെ എളാമ മൈമൂനയും റസൂലും കിടന്നപ്പോൾ എനിക്ക് താഴെ വിസാദയുടെ അറുതിൽ അകലെ കിടക്കാൻ ഒരു ചാൻസ് കിട്ടിയത്. അവിടെ ഞാൻ കിടന്നു കൊടുത്തു. കേട്ടോ, നമുക്ക് തോന്നുന്നത് കുട്ടിപ്രായല്ലേ, 12-13 വയസ്സൊക്കെ അല്ലേ, ഉറങ്ങിയിരിക്കും. ഉറങ്ങിയില്ല, പഠിക്കുകയാണ്. നമുക്ക് വേണ്ടി പഠിക്കുകയാണ്. നമ്മുടെ നേതാവായ ഇബ്നു അബ്ബാസ് അർദ്ധരാത്രി വരേക്കും റസൂലുള്ളാഹി ഉറങ്ങി. അർദ്ധരാത്രി വരേക്കും ഉറങ്ങിയ ശേഷം റസൂലുള്ളാഹി ഉണർന്നു. വെള്ളം കൊണ്ടുകൊടുക്കാൻ മൂപ്പരും. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നോടെ തന്നെ അവരുടെ ശർഫാക്കപ്പെട്ട കൈ കൊണ്ട് കണ്ണിങ്ങനെ എന്ത് ചെയ്തു, മസ്ഹ ചെയ്തു. ഉറക്കൊക്കെ മാറ്റാൻ വേണ്ടി തടയിയതിന് ശേഷം വെള്ളം കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് പറയുന്നു നന്നായി ഒതു പിടിച്ചു. നോക്കൂ, 13-12 വയസ്സുള്ള കുട്ടിക്ക് ആ ഒതു നന്നായതാണെന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് പഠിപ്പിച്ചതാണ്. നന്നായി ഒതു പിടിച്ചു. ഒതു പല സൈസിലുണ്ട്, നിങ്ങൾക്കറിയാം. ഒതു റസൂൽ തന്നെ പഠിപ്പിച്ച സൈസിൽ ഒരു പ്രാവശ്യം തടകേണ്ടതുണ്ട്, ഒരു പ്രാവശ്യം കഴുകേണ്ടതുണ്ട്. വെള്ളത്തിന്റെ തോതനുസരിച്ചിട്ട് വെള്ളം കുറവാണെങ്കിൽ ഒരു പ്രാവശ്യം കഴുകിയാൽ മതി. മനസ്സിലായില്ലേ? അല്പം കൂടുതലുണ്ടെങ്കിൽ 2 പ്രാവശ്യം കഴുകുക, കൂടുതലുണ്ടെങ്കിൽ 3 പ്രാവശ്യം കഴുകുക. അപ്പോൾ അങ്ങനെയല്ല, റസൂല് പരിപൂർണമായ നല്ല ഒതു പിടിച്ചിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ ആരംഭിച്ചു. ഞാൻ ബേക്കിൽ കൂടിയപ്പോൾ എന്റെ കാത് പിടിച്ച് ഇങ്ങനെ ഉരുട്ടി. എന്നിട്ട് എന്നെ പിടിച്ച് വലിച്ചിട്ട് മറ്റേ ഭാഗത്തിലേക്കാക്കി മാറ്റി. നമസ്കാരം തുടർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 റക്അത്തായിട്ട് 11 റക്അത്ത് നിസ്കാരം നമസ്കരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി നമസ്കരിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞ വാർത്ത അതാണ് നമുക്ക് പാഠം. അതെന്തായിരുന്നു? നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പും ഉദു എടുക്കുന്നതിന് മുമ്പുമായിട്ട് കണ്ണു തടകിയ ശേഷം റസൂലുള്ളാഹി ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا
സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. 10 ആയത്തുകൾ റസൂൽ ആകാശം നോക്കിയിട്ട് ഓതുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്തുകൾ ഓതിയവന്റെ നാശം. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ ഈ ആയത്തുകൾ ഓതിയവന്റെ നാശം. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ ഈ ആയത്ത് ഓതിയവന്റെ നാശം. അതിന്റെ അകത്തുള്ളതായ അർത്ഥ ഗാംഭീര്യം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ എന്ന അർത്ഥം പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒതു പിടിച്ച് നമസ്കാരത്തിൽ പ്രവേശിച്ചത്. വാർത്ത പറഞ്ഞു തരുന്നത് നമ്മുടെ നേതാവായ ഇബ്നു അബ്ബാസ് സൂക്ഷ്മത പാലിച്ചതുകൊണ്ട് ചരിത്രം പറയുന്നു, മക്കയിൽ താമസിക്കാൻ പേടിയായിരുന്നു മൂപ്പർക്ക്. മൂപ്പർ എവിടെയാണ് മരിച്ചത്? തായിഫിലാണ്. എന്തുകൊണ്ട് തായിഫിൽ മരിച്ചു? തായിഫിൽ ജീവിച്ചുകൊണ്ട്. എന്നാൽ തായിഫിൽ ജീവിച്ചു, മക്കയിൽ ജീവിച്ചൂടെ? മൂപ്പർക്ക് പേടിയാണ്. മക്കയിൽ ലക്ഷത്തിൽ പരം കൂലി കിട്ടുമെങ്കിലും തെറ്റ് വന്നു പോയാൽ 10 മടങ്ങ് ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ട് മക്കയിൽ താമസിക്കാൻ ഹബറുൽ ഉമ്മ അല്ലെങ്കിൽ ഹിബറുൽ ഉമ്മ, ബഹറുൽ ഉമ്മ, ഉമ്മയുടെ വഷിയും ഉമ്മയുടെ ഈ സമൂഹത്തിന്റെ ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ സമുദ്രമാണെന്ന് പേര് വെക്കപ്പെട്ട നമ്മുടെ നേതാവിന് മക്കയിൽ താമസിക്കാൻ പേടിയാണ്. നമുക്ക് പേടിയില്ലെന്ന് മാത്രമല്ല, താമസിച്ചതോടൊപ്പം തെറ്റ് ചെയ്യാനും പേടിയില്ലതാ. നമുക്ക് മക്കയിലും മദീനയിലും താമസിച്ചതോടൊപ്പം തെറ്റ് ചെയ്യാനും പേടിയില്ല. എനിക്ക് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പരിചയമുണ്ട്. മലയാളികളിൽ കേരളക്കാരിൽ മക്കയിൽ താമസിക്കുന്നവരിൽ 5 വക്ത് നിസ്കരിക്കാത്തവരും ഫിലിമിലൂടെയും വീഡിയോ കേസറ്റിലൂടെയും, പണ്ടത്തെ കാലഘട്ടത്തിൽ വീഡിയോ കേസറ്റ് ആണല്ലോ, ടൈം വേസ്റ്റ് ആക്കുന്നവരെയും അള്ളാഹു ഹീദായത്തിലാക്കട്ടെ. അങ്ങനെയുള്ള നമ്മുടെ പരിസരത്തിൽ ഇവിടെയും മലയാളികളിലുണ്ട്. റസൂലുള്ളാഹിന്റെ പള്ളി കാണാത്ത, ഈ അബൂദർ പള്ളി വരെ കാണാത്ത, ഫിലിം കണ്ടിട്ടോ തോന്നിവാസം കണ്ടിട്ടോ ടൈം വേസ്റ്റ് ആക്കുന്നതായ എന്റെ ദേശക്കാർ, എന്റെ നാട്ടുകാർ, എന്റെ ഭാഷക്കാർ, അവർ അല്ലാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. മഹാപകടം പറഞ്ഞു വരുന്നത്, ഇവിടെ ഇറങ്ങിയതായ ഖുർആനിനെ നാം പഠിക്കേണ്ട ശൈലി നമ്മുടെ നേതാക്കൾ നമുക്കിവിടെ കൃത്യമായി പഠിപ്പിച്ചു പോയതാണ് എന്നല്ലാതെ ഒരു വിദഗ്ധായ ഭാഗമല്ല. പിന്നെ ചർച്ചയുണ്ട്. തജ്വീദോട് കൂടി ഓതുക എന്നതിൽ ഏതൊക്കെയാണ് നിർബന്ധമായ ഭാഗം, ഏതൊക്കെ ഒഴിവാക്കിയാലാണ് തെറ്റുകാരാവുക അല്ലാഹുവിന്റെ അടുക്കൽ? ഇതിൽ ചർച്ചയുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ അങ്ങേയറ്റം അനുഗ്രഹിക്കുന്ന നമ്മുടെ ഖാലിഖായ, റാസിഖായ, ഗഫൂറായ, റഹീമായ റബ്ബുൽ ഇസ്സത്ത് കണ്ടില്ല. ആജിമാരെ അനുഗ്രഹിച്ചത് എന്താ? നമ്മുടെ സദസ്സിൽ ആജിമാരെ കാണുന്നുണ്ട്. ആജിമാരെ അനുഗ്രഹിച്ച് എന്ത് കാട്ടി? നിർബന്ധമായിട്ട് ഒരു വാക്ക് ചെല്ലാൻ അവരോട് കൽപ്പിച്ചില്ല. ഉണ്ടോ? ആജിമാര് നിർബന്ധമായി ചെല്ലേണ്ട വല്ല പദമുണ്ടോ? എന്താ? അള്ളാന്റെ അനുഗ്രഹമാണ്. അള്ളാഹ്ക്ക് അറിയാം ഈ 60 കൊല്ലം 70 കൊല്ലം നിസ്കരിക്കുന്നതായ ഈ മുഹമ്മദ് ആജിയോട് ഫാത്തിഹ ഓതണമെന്ന് ഒരു തജ്വീദ് അനുസരിച്ചിട്ട് വിവരമുള്ള ഒരു പണ്ഡിതൻ ഓതാ പറഞ്ഞാൽ ആജിയാരെ പറയും. അയാൾ പറയും പോരാ, എന്ന് പറയും. എന്താ 30-60 കൊല്ലായി ഓതുന്നത്? ശരിയായിട്ടില്ല അല്ലേ? അപ്പോൾ മനുഷ്യൻ അവന്റെ മാതൃഭാഷയാണെങ്കിലും അല്ലെങ്കിലും അറബി ഭാഷ ശരിക്കും ആഴത്തിൽ അത് ഉച്ചരിക്കേണ്ട സ്ഥലത്ത് നിന്നിട്ട് ഉച്ചരിച്ച് പഠിക്കാൻ പരിശ്രമിക്കാത്ത ആളാണെങ്കിൽ പ്രയാസമുണ്ടാകും എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തില്ല? ഇന്നത് കൊല്ലത്തിൽ ഇത് ദൈനംദിനം ചെയ്യുന്ന നമസ്കാരത്താണ് പറയുന്നത്. എന്നിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമായ ഹജ്ജിൽ നിങ്ങൾ ഇന്നത് ചെല്ലണമെന്ന് കൽപ്പിച്ചാൽ ചെല്ലാൻ ആളെ കിട്ടൂല എന്ന് അറിയാം. അതുകൊണ്ട് ചെല്ലാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുമില്ല. പിന്നെന്താണ് കൽപ്പിച്ചത്? ചെല്ലേണ്ടതെല്ലാം സുന്നത്താണ്. എത്തേണ്ട സ്ഥലത്ത് എത്തണം, എറിയേണ്ട സ്ഥലത്ത് എറിയണം, കറങ്ങേണ്ട സ്ഥലത്ത് കറങ്ങണം, കുടിക്കേണ്ട സ്ഥലത്ത് കുടിക്കണം, താമസിക്കേണ്ട സ്ഥലത്ത് താമസിക്കണം. അതാണ്, മനസ്സിലായില്ലേ? എന്നതുപോലെ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചതിൽപ്പെട്ടതാണ് ഈ തജ്വീദിന്റെ ഖവാഇദ് അനുസരിച്ചിട്ട് ഓതുക എന്നത്. ഖുർആനിനെ ഓതേണ്ടതുപോലെ ഓതി അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം നേടാൻ ഉദ്ദേശിക്കുന്നവർക്ക്, കൂലി നേടാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ബാധ്യത നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, എവിടെയെങ്കിലും ഇമാമത്തിൽ കേണ്ടി വന്നാലെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർക്ക്, അവരുടെ സ്വന്തം കുട്ടികൾ ഖുർആനിൽ ഇപ്പോൾ പഠിക്കുന്ന വേളയിൽ കുട്ടി പാടാക്കിയോ പഠിച്ചില്ലേ, മനപ്പാടമാക്കി വിട്ടില്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി അത് സഹായകമാകണമെന്ന് നിർബന്ധമുള്ളവർക്ക്, ഇവർക്കെല്ലാം അത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ തന്നെ മെയിൻ ഭാഷയായിട്ടോ പരിഗണിച്ചുകൊണ്ട് എംബസിയുടെ സിലബസ് അങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഗൾഫിലേക്ക് വന്നതായ ആൾക്കാരുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? അവരുടെ ഭാഷ ഇംഗ്ലീഷാക്കി മാറ്റുന്നു.
വീട്ടിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ കുട്ടികൾക്ക് മലയാളം പറയാതെയായി മാറി. അങ്ങനെ എത്രയോ ഇപ്പോൾ ട്യൂഷൻ വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാണ് ജിദ്ദയിലും ദമ്മാമിലും റിയാദിലൊക്കെ. എന്തിനാ? കുട്ടികൾ പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? കുട്ടികളെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വാപ്പ പെട്ടു, ഉമ്മയും പെട്ടു. അതുകൊണ്ട് അവര് എന്നാലും അറബി പഠിക്കൂല, എന്നാലും കുട്ടിക്ക് അറബി പഠിപ്പിക്കൂല. എന്തോ ഒരു കഷ്ടം. നമ്മുടെ ഭാഷയാണ് യഥാർത്ഥത്തിൽ അറബി. അറബി ഭാഷ പഠിക്കൽ മുസ്ലിം ലോകത്തിന് നിർബന്ധമാണ് എന്ന് എനിക്ക് വാദമില്ല, ഇസ്ലാമിന് വാദമില്ല. എങ്കിലും അത് യഥാർത്ഥത്തിൽ അള്ളാഹ് പറഞ്ഞ ഈ ശൈലിയുണ്ടല്ലോ, ഈ ഖുർആനിനെ നാം ലളിത ശൈലിയിലാണ് കൂട്ടരെ ഇറക്കിയത്. ആരുണ്ട് ചിന്തിക്കാൻ, ആരുണ്ട് പഠിക്കാനും ചിന്തിക്കാനും മുന്നോട്ട് വരുന്നവർ ആരുണ്ട്? വരട്ടെ. അള്ളാഹ് മാടി വിളിക്കുകയാണ്, നമ്മയാണ്. നമുക്കിറങ്ങിയ ഖുർആനിലാണത്. അള്ളാഹു പലതവണ 4 തവണ ഒരു സൂറത്തിൽ തന്നെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വാക്ക് മടക്കി പറയുന്നുണ്ട്. ഖുർആൻ, നിങ്ങൾ എന്താ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയത്തിൽ പൂട്ടുപൂട്ടി പോയിട്ടുണ്ടോ? പൂട്ടുപൂട്ടി പോയിട്ടുണ്ട്. എന്താ ചിന്തിക്കാത്ത ഖുർആനെ കുറിച്ച്? അവളെ ചിന്തിക്കുക, പഠിക്കുക എന്നത് മുഖ്യമായ ഭാഗമാണ്. എങ്കിലും ഓതുക എന്നത് ഓതേണ്ടതുപോലെ ഓതാൻ അറബി ഭാഷയിലൂടെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ്, ഉണ്ടാകുന്ന ആ ചേഞ്ച് പിട്ടാള് പറഞ്ഞിട്ടുണ്ട് പോലോ. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഖുർആന്റെ പരിഭാഷ എഴുതിയതായ ആൾക്കാരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തായ ആൾക്കാരിൽ പെട്ട എന്ന് പറയുന്ന അബുൽ കലാം ആസാദ് എഴുതിയിട്ടുണ്ട് പോലും. എന്റെ അറിവിലില്ല, ഞാൻ വായിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പരിഭാഷ. വിക്താറിനെ കുറിച്ച് അറിയാൻ സാധിച്ച അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ ഖുർആന്റെ പരിഭാഷ ഇംഗ്ലീഷിലേക്ക് എഴുതിയ പലരും പറഞ്ഞു എന്നാണ്. എന്ത്? ഖുർആനിന്റെ യഥാർത്ഥ അർത്ഥം, അതിന്റെ ആ സത്ത ഇംഗ്ലീഷ് ഭാഷയുടെ കഴിവുകേട് കാരണത്താലും ഖുർആനിന്റെ ഭാഷയുടെ ആ മഹാ കഴിവ് കാരണത്താലും പുറത്തിറക്കാൻ സാധിക്കുന്നില്ല. 70% വരേക്കും ഇറക്കാൻ പറ്റുന്നില്ല. ഒരു 30% വരേക്കാണ് പുറത്തിറങ്ങിയത് പരിഭാഷയിലൂടെ എന്ന്. അങ്ങനെയുള്ള ഖുർആനിനെ നേരം ഓറിയന്റലിസ്റ്റുകാർ പഠിച്ചു. എനിക്ക് തന്നെ പരിചയമുണ്ട് ഓറിയന്റലിസ്റ്റുകാരെ. ഓറിയന്റലിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ? എന്താണ് അവരിലുള്ള പണ്ഡിതന്മാരുടെ ലക്ഷ്യം തന്നെ എന്താണ്? യഥാർത്ഥത്തിൽ എന്ത് വേണം? അവര് നമ്മുടെ മതത്തെ പഠിക്കണം, എന്നിട്ട് മതത്തെ തകർത്തണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഖുർആൻ മനഃപാഠമാക്കിയവർ, അല്ലെങ്കിൽ ഖുർആൻ ഊതിയവർ, ഖുർആൻ തെറ്റ് തീർത്ത് ഓതാൻ വേണ്ടി പഠിച്ചവർ ജൂതന്മാരിൽ, ക്രിസ്ത്യാനികളിൽ. എന്നിട്ട് മുസ്ലിങ്ങളിൽ ഉണ്ടാവണ്ടായിരുന്നോ? മുസ്ലിങ്ങൾ അവരുടെ ഭാഷയാകുന്ന അറബി പഠിക്കണ്ടായിരുന്നോ? സുബ്ഹാനല്ലാഹ്, അവിടുന്നൊക്കെ വിടണമെന്ന. അതുകൊണ്ട് ഇവിടെ തലക്കെട്ടിൽ പറഞ്ഞതായ വിഷയമാകുന്ന എന്താണ് നിങ്ങളുടെ അറബി ഭാഷയും തജ്വീദ് പഠനവും, അല്ലെ? അറബി ഭാഷയും തജ്വീദ് പഠനവും. അപ്പോൾ അറബി ഭാഷ ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെയാണെങ്കിലും ചെറിയ രൂപത്തിൽ പഠിക്കുക. ഒരാൾ ചീത്ത പറഞ്ഞാൽ ചീത്ത പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലെങ്കിലും ആകുക. അതിനല്ലേ മൻ തഅല്ലമ ലുഗത ഖൗമിൻ അമിന മക്റഹു എന്നാണ് ഇവിടുത്തെ അറബി പഴമൊഴി. മൻ തഅല്ലമ ലുഗത ഖൗമിൻ അമിന മക്റഹു എന്ന് പറഞ്ഞാലോ, ഒരു സമൂഹത്തിന്റെ ഭാഷ നാം പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാം, അവരുടെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് അറബി ഭാഷ പഠിക്കുക എന്നത് നാം ആണ് ചെയ്യേണ്ടത്. നമ്മുടെ മതമാണിത്, നമ്മുടെ മതത്തിന്റെ മൂലാധാരമാണ് ഖുർആനും സുന്നത്തും. അതെല്ലാം അറബി ഭാഷയിലാണ്. അതുകൊണ്ട് അറബി ഭാഷ കഴിവിന്റെ പരമാവധി പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കലും തജ്വീദ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ തന്നെ അനിവാര്യമായ ഭാഗമാണ്. അപ്പോൾ അല്ലാഹു പറഞ്ഞതായ എന്തേ വരാത്തത്, എന്തേ ചിന്തിക്കാത്തത്, എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ച് ചോദ്യത്തിന് മറുപടി പറഞ്ഞവരായി നാം മാറുന്നതാണ് നിർബന്ധമായി പഠിക്കേണ്ട ഭാഗം. ശരി, അതേതാണ്? അത് നമുക്കറിയാവുന്നത് പോലെ സൂറത്തുൽ ഫാത്തിഹയും നമസ്കാരത്തിൽ നാം ഉപയോഗിക്കുന്നതായ സൂക്തങ്ങളും സൂറത്തുകളൊക്കെ നിർബന്ധമായി പഠിക്കാൻ വേണ്ടി ഓരോരുത്തരും അർത്ഥം തെറ്റു തീർത്ത് പരിശ്രമിക്കേണ്ടതാണ്. ഉച്ചരിക്കേണ്ടതായ ഉച്ചാരണ സ്ഥലത്തിൽ മഹാർജുൽ ഹുറൂഫുകൾ അതാത് സ്ഥലത്തിലിട്ട് ഉച്ചരിക്കാൻ പഠിക്കുക എന്ന് നിർബന്ധ ബാധ്യതയാണ്. അത് നിർബന്ധ ബാധ്യതയാണ്. നിങ്ങൾ യാസർ മൗലവിയിൽ നിന്നിട്ട് ക്ലാസ്സുകളിലൂടെ കേൾക്കാൻ പോകുന്നത് പോലെ, പഠന ക്ലാസ്സുകളിലൂടെ ഉച്ചാരണ ശൈലിയൊക്കെ പഠിക്കാൻ പോകുന്നത് പോലെ, അത് എങ്ങനെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പിനെ, ഇന്നലെ പറഞ്ഞതാണ്, ഇരുമ്പിനെ കൊല്ലനെ ചെയ്യുന്നു, തീരിട്ട് വളക്കുന്നു. പിന്നെ നാവ് വളയാത്തത്. നാവ് വളയും, പരിശ്രമിച്ചാ വളയും. എത്രയോ പേര് വളഞ്ഞതായിട്ട് നാം കണ്ടു. എത്രയോ പേര് വളഞ്ഞതായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പരിശ്രമിക്കണം.
പരിശ്രമമുണ്ട്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ബാധ്യത ഇത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. നമുക്കിറങ്ങിയ ഖുർആൻ നാം ഓതുമ്പോൾ നീ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിലാകുമ്പോൾ നീ അള്ളാഹുവിന്റെ കലാമിൽ നിന്നിട്ട് പാരായണം ചെയ്യുമ്പോൾ, നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഏത് പ്രവർത്തനങ്ങൾ നിങ്ങൾ ഭൂമിയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ, അമലിൻ എന്ന് പറഞ്ഞാൽ നെക്കിറയാണ്, ഏത് അമലും അതിൽപ്പെട്ടു. അല്ലയോ എന്റെ അടിമകളെ, ജിന്നുകളെ, ഇൻസുകളെ, നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും, നിങ്ങൾ ഓതുന്ന ഖുർആൻ ആസകലവും ഞാൻ അതിനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഞാൻ അതിന് ദൃക്സാക്ഷിയാണ്. ഇത് നിങ്ങൾ അതിൽ മുഴുകിക്കൊണ്ടേ ഇരിക്കുന്ന വേളയിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ മുഴുകി ഓതണം. ഖുർആൻ ഓതുമ്പോൾ ഒന്ന് മുഴുകി ഓതണം. അപ്പോൾ എന്ത് വേണം? അതിന്റെ ഭാഷയും കൂടി പഠിക്കുമ്പോൾ മുഴുകി ഓതാൻ പറ്റുക. ഇല്ലെങ്കിൽ ബാഹ്യരൂപത്തിൽ മാത്രം അതിലായി മാറും. അർത്ഥം ഉൾക്കൊണ്ട് ഓതുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മക്കയിലും മദീനയിലും നാം സാധാരണ കാണാറുള്ളത് പോലെ പൊട്ടിക്കരയുന്നു. സാധാരണ കഴിഞ്ഞ ജുമ നമസ്കാരമല്ല, സാധാരണ നമസ്കാരത്തിൽ മക്ക ഇമാമ് സാധാരണ നാം കേൾക്കാറുള്ള സൂറത്ത് ഓതിയപ്പോൾ കരയുന്നതായിട്ട് ഞാൻ റേഡിയോയിൽ കേട്ടു. സാധാരണ നമ്മൾ കേൾക്കാറുള്ളതായ സൂറത്താണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമർപ്പിക്കല്ല. പക്ഷെ ചില രംഗങ്ങളിൽ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഓതുമ്പോൾ എന്തുണ്ടാവുന്നു? മനുഷ്യന് പരിവർത്തനം ഉണ്ടാകുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു. അത് അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ കലാം ആസ്വദിച്ച് തീരൂല. അത് അതിന്റെ പ്രത്യേകതയും കൂടിയാണ്. വെട്ടി വലിച്ച് സംസാരിക്കാനല്ല എന്നെ ഇവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് ഉദ്ഘാടനം ചെയ്യാനാണ്. അപ്പോൾ ഉദ്ഘാടനം എന്ന കർമ്മം നിർവഹിക്കുമ്പോൾ പ്രധാന പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. തജ്വീദിൽ പഠിക്കൽ നിർബന്ധമായ ഭാഗങ്ങൾ, അതിന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട സ്ഥലത്ത് നിന്നിട്ട് ഉച്ചരിക്കാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുകയില്ല? അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അറബി ഭാഷയുടെ ഫാത്തിഹയുടെ അർത്ഥം ചേഞ്ച് ആവുകയില്ല. ഉച്ചരിക്കേണ്ടതുപോലെ ഉച്ചരിച്ചില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഓതിയാൽ അർത്ഥം ചേഞ്ചായി, അർത്ഥം ചേഞ്ചായി. അപ്പോൾ അർത്ഥം ചേഞ്ച് ആവാതെ ഇറങ്ങിയ ഭാഷയാകുന്ന അറബി ഭാഷയിൽ തന്നെ ഉച്ചരിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് ഉച്ചരിച്ചിട്ട് ഓതുക എന്നതാണ് നിർബന്ധമായ ബാധ്യത. അവിടേക്കെത്താൻ ഒരു മുസ്ലിം ലോകത്തിൽ നമുക്ക് സാധിക്കുമെങ്കിൽ നാം വിജയിച്ചു. പിന്നെ രണ്ടാമത്തെ പരിപൂർണതയിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നവർക്കും സഹാബാക്കൾ കണ്ടില്ലേ, അബൂ മൂസാ അശ്അരി നിസ്കരിക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താണ്? ലഖദ് ഊതിയ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹ് നൽകിയതായ ആ മിസ്മാർ ഉണ്ടല്ലോ, ആ വീണ, ആ സുന്ദരമായ പർവ്വതം വരെ ഇങ്ങനെ ചലിച്ചു വരുന്നതാണ് ദാവൂദിന്റെ ശബ്ദം കേട്ടാൽ. അങ്ങനെയുള്ള സുന്ദരമായ ശബ്ദം അബൂ മൂസയ്ക്ക് നൽകപ്പെട്ടു എന്ന് റസൂലുള്ളാഹ് പറഞ്ഞ വാർത്ത കിട്ടിയപ്പോൾ, റസൂലേ, നിങ്ങൾ ഞാൻ ഓതുന്നത് കേൾക്കുകയായിരുന്നു എന്ന് എനിക്ക് വിവരം കിട്ടിയിരുന്നുവെങ്കിൽ ഞാനൊന്ന് നന്നാക്കി ഓതിയിരുന്നേനെ എന്നാണ്. നന്നാക്കാതെ മുമ്പ് ഓദ്യം തന്നെ കേട്ടപ്പോൾ റസൂല് പറഞ്ഞു, എന്തോരു സുന്ദരമായ ഓത്താണ്. പിന്നെ നന്നാക്കി ഓതാണെങ്കിൽ എന്തായിരിക്കും സൗന്ദര്യം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ളതായ അബൂ മൂസയെ പോലത്തവർ പഠിപ്പിച്ച പാഠമാണ് നന്നാക്കി ഓതണം എന്ന ഭാഗം. പിന്നെ ഇബ്നു മസ്ഊദിന്റെ നിങ്ങൾ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നന്നായി ഓതാൻ വേണ്ടി പഠിക്കുക. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമം ഉണ്ടാവുക. ഇതെല്ലാം സൗദി അറേബ്യയിലേക്ക് കിട്ടിയ, മദീനയിലേക്ക് കിട്ടിയ, ഈ അറബ് ഭാഷയിലേക്ക് കിട്ടിയ വിസയിലൂടെ നാം നേടുന്ന നേട്ടങ്ങളിൽ ഭൗതിക സമ്പാദ്യത്തെക്കാളും പ്രധാനപ്പെട്ട നേട്ടം അതാണ്. എന്തുകൊണ്ട്? ഇത് നശിക്കുന്ന സമ്പാദ്യമല്ല, ഭൗതിക നേട്ടം നശിക്കുന്ന സമ്പാദ്യമാണ് എന്നതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്നതായ ക്ലാസ്സുകളിൽ കഴിവിന്റെ പരമാവധി മടിയില്ലാതെ, ഞാൻ പറഞ്ഞത് മടി മാത്രമാണ്, രണ്ടാമതും പറഞ്ഞേക്കാം. ഒന്നാമത്തെ കാരണം മടിയാണ് ഉണ്ടാവുക. അത് അൻസാര സ്ത്രീകൾക്ക് മടിയില്ലാത്തത് കൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ കേട്ടു. ആര് പറഞ്ഞ ഭാഗം? ആയിഷ പറഞ്ഞ ഭാഗം. രണ്ടാമത്തത് എന്താണ്? ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹിൻ വലാ മുതകബ്ബിർ. ലജ്ജിക്കുന്നവരും അപ്രകാരം അഹങ്കാരിക്കും ദീൻ പഠിക്കൂല. അഹങ്കാരം പിന്നെ നിങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ ആരെപ്പോ എന്താ അസർ മൗലവിൽ മെട്ടിൽ മുടിക്കാന്ന് പറയുന്നവരില്ലല്ലോ. എന്താ അഷറത്ത് പഠിക്കാൻ, എന്താ ഇസ്ഹാഖ് മൗലവി പഠിക്കാൻ എന്ന് പറയില്ലല്ലോ. ഇവിടെ ഇസ്ഹാഖ് മൗലവി പണ്ട് ക്ലാസ് എടുത്ത ആളാണ്, ജീവിത ക്ലാസ് എടുത്ത ആളാണ്. അദ്ദേഹത്തെ മുഖസ്തുതി പറയാൻ തെറ്റാണ്, കൊണ്ട് മുഖസ്തുതി പറയല്ല, പക്ഷെ പഠിക്കാൻ വേണ്ടി പറയാണ്. കുറേ ദൂരെ നിന്ന് 20-30 കിലോമീറ്റർ ദൂരെ നിന്ന് ആ ക്ലാസ് എടുക്കാൻ വേണ്ടി ആളെ വരികയും ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനാ പോയിടാ എന്താണ് അവരെ കൊണ്ടാക്കാൻ. ഒരു കാറ് വാങ്ങിയിട്ടില്ല. അപ്പോൾ
രസം പറയാനാട്ടാ. അങ്ങനെ 30 കിലോമീറ്റർ അകലെ മുമ്പേ ഞാൻ കൊണ്ടാക്കുന്നത്. അങ്ങനെ പറഞ്ഞ് വിട്ടു നടന്നിട്ടില്ലേ? അങ്ങനെ കൊല്ലത്തോളം ഇവിടെ ഇങ്ങനെ മനക്കെട്ടിട്ട് ഇവിടെ ക്ലാസ് നടത്തിയ മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള കൂട്ടര്, സദസ്സിലുണ്ട് കൂട്ടര്. എന്താ നിങ്ങൾക്ക് മനക്കെട്ട് വന്നൂടെ നാളെ മുതൽ, അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച മുതൽ? അതുകൊണ്ട് നാം ഇതിന് പരിഗണന നൽകണം. ഇത് നമ്മുടെ മതം, നമുക്ക് നൽകിയ ഖുർആൻ, നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല റത്തീൽ ഖുർആന തർത്തീല എന്ന് ഓതാൻ വേണ്ടി കൽപ്പിച്ച ഖുർആൻ, അതെല്ലാം നാം ജീവിതത്തിൽ നടപ്പാക്കിയില്ലെങ്കിൽ, മദീനക്കാർ വഹി അങ്ങ് നാട്ടിൽ വെച്ചിട്ട് ആ വഹീനെ പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് മുന്നോട്ട് വരിക? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിന് നൽകേണ്ടതായ പ്രാധാന്യം ഈ നാട്ടിൽ ഇരുന്നു കൊണ്ട് നൽകാൻ, അതിന് വേണ്ടി മനക്കെടാൻ, അത് പഠിക്കാൻ മനക്കെടാൻ, അത് പഠിപ്പിക്കാൻ മനക്കെടാൻ, അതിന് വേണ്ടി ടൈം ഒഴിവാക്കി വെക്കാൻ, അതിന് വേണ്ടി അല്ലാഹു എന്തെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി നേടാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്കും അതുപോലെ ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ആ സകലം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ ഖുർആൻ അനുസരിച്ചിട്ട് അമൽ ചെയ്യാൻ, ജീവിതത്തിന്റെ എ മുതൽ Z വരെ ഖുർആൻ നടപ്പാക്കാൻ, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത്, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ അഹ്ലുൽ ജമാഅത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 437 തവണ ചർച്ച ചെയ്തതായ ഈമാൻ എന്ന വിഷയത്തിന് പരിഗണന നൽകിക്കൊണ്ട്, ആ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ ഖുർആൻ ഓതണം, ഇതിന്റെ ആയത്ത് പഠിക്കണം. ചുരുങ്ങിയാൽ 91 തൗഹീദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആയത്തെങ്കിലും ചുരുങ്ങിയാൽ 112 തവണ അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നതായ ദുആ എന്നതായ പദം ഉൾക്കൊള്ളുന്നതായ ആയത്തുകളെങ്കിലും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഓതിയിട്ട് പഠിച്ചിട്ട് ജനങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളതായ തന്റെ ഇടത്തോടു കൂടി, ധൈര്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ഒരുക്കത്തോടു കൂടി ഈ മദീനയിൽ ഏതെങ്കിലും പ്രഭാതത്തിൽ വിട വാങ്ങേണ്ട കാലഘട്ടത്തിൽ വിട വാങ്ങാൻ സദസ്യർക്ക് കേൾക്കുന്നവർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിലേക്ക് എല്ലാവരും കഴിവിന്റെ പരമാവധി അവരവരാൽ സാധിക്കുന്നതായ കഴിവുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് രംഗത്തിറങ്ങണം. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദ്യമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഞാൻ എന്റെ സംസാരത്തിന് സമാപനമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.